ഹലോ ഗൈസ്, ഉറങ്ങണീന്റെ അടുക്ക് പശുവിനെ പാടത്തുനിന്ന് വലിക്കണ ഉറക്കത്ത് കണ്ടാണ്ട് ട്രെയിനിന്റെ ചെയിന് പിടിച്ചാണ്ട് ഒറ്റ വലിച്ചിട്ട് ഈ ബായി എന്നിട്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതോ ഒരു TTR വന്നാണ്. ഞാനിപ്പോ അതിലിട്ട് ആലോചിച്ച് ട്രെയിനിന്റെ ചെയിനൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനും തടവൊക്കെ കിട്ടുന്നൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഒന്നും നോർത്തിലാവൊന്നും ഇല്ലാവുന്നുണ്ട്, ഒക്കെ നമ്മളെ കേരളത്തിലാവൂട്ടാ. ഇനി കേസൊന്നും ഇല്ല വിചാരിച്ചാണ് നോളായാണ് പോയി വലിച്ചാന്ന് കണ്ടട്ടാ. ഓനതാ പോലീസ് ആറാട്ടെണ്ണനൊക്കെ കൊണ്ടോണതാ. അപ്പോഴാണ് എന്റെ മുന്നിൽ കൂടെ ബിരിയാണി ഒക്കെ വെക്കണ IRTCന്റെ ശബ്ദം കിട്ടിട്ട് ഒരു ചെങ്ങായി ആളെ തിരക്ക് കൂടെ പോണ കിട്ടാ. ഓന് ബാക്കത്തെ ഷർട്ട് താത്താൻ മറന്നിടണമെന്നുണ്ട്. ഏതായാലും ഞാൻ കണ്ട് ഇന്റെ കേരളം മുഴുവൻ കാണും. ഇന്റെ ഈ തൊട്ടില് ട്രെയിനിലുള്ള യാത്രക്കാർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് വിചാരിച്ചേണ്ടത്. ഏതൊരു ബായി ഏതോ ഓന്റെ പയും ലഗേജ് ഒന്നായിട്ട് തൊട്ടിലിമ തൂക്കിയിട്ടുണ്ടതാ. പക്ഷെ എന്റെ പേടി എന്താ വെച്ചാല് ഇനി കുറച്ച് കഴിയുമ്പോത്തിന് ഈ തൊട്ടിൽ എന്നും ട്രെയിനിൽ കാണുന്നോണ്ട് ആൾക്കാർ ഇതും ഒരു പൊതുസ്വത്താണ് വിചാരിച്ചാണ്ട് ഞാനൊന്ന് മൂത്രയിക്കാൻ പോകുമ്പോത്തിന് കേറി കിടന്നാലോ. ഇനി കുറച്ചേരം ഈ ബായിന്റെ മടിയിലൊന്ന് തലച്ച് കിടന്നു നോക്കട്ടോ. എന്തൊരു സുഖം നിറയെ കെടുക്കാൻ, നല്ല വായ്പിന്റെ പോലത്തെ തൊട. ഇങ്ങനെ തന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് പോയി കമ്പനിയാണ് നമ്മൾ പോയിട്ടാണ് കെടുക്കുക. ഇനി ചിലപ്പോ ചൂടന്മാരാണെങ്കിൽ ഒന്ന് കിട്ടിയെന്ന് തരും. അത് കഴിഞ്ഞാൽ അടുത്ത ആളെടുത്ത് പോയി കമ്പനി ആകുക. അങ്ങനെയാണ് കമ്പനിക്കാരുണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ സുഖമായിട്ട് ഉറങ്ങണീന്റെ അടുക്കാണ് എന്റെ മൂക്കൊക്കെ എന്തോ പൊടി എന്തോ പോയതിട്ട്. അങ്ങനെ ഞാൻ ഈച്ചപ്പോഴാണ് കണ്ടത് ഈ ബായി തമ്പാക്ക് ഉണ്ടാക്കാന്ന്. ഓനക്കൊന്ന് പറഞ്ഞൂടെ എന്നോട്. ഇവൻ ഏതായാലും എന്റെ കമ്പനിക്കാരായ സ്ഥിതിക്ക് ഓൻ ഒറ്റക്ക് ഇങ്ങനെ പൊടിക്കാനുണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നിട്ട്. അപ്പൊ പാവല്ലേ വിചാരിച്ച് ഞാനും പൊടിച്ചെടുത്തു. ഇതേമാതിരി പാവങ്ങളെ സഹായിക്കാനടാ. ഇതൊക്കെ പൊടിച്ചെടുത്തിട്ടാണോ അറിയില്ലട്ടോ ആൾ എനിക്കൊരു വടാപ്പാവൊക്കെ വാങ്ങിയത്. പക്ഷെ എന്താ അറിയില്ലടാ, ഇപ്പൊ വടാപ്പാവിനൊക്കെ എന്താ ടേസ്റ്റ്. നമ്മളെ നാട്ടിലത്തെ പയമ്പൂരി ഉള്ളിവടൊക്കെ തിന്നണായിരുന്നു. ഞാൻ ശരിക്കും ഇന്ത്യക്കാരനായ ഒന്നുമ്പോഴും മുമ്പൊന്നും ഒരുത്ത ഞാൻ അതിനെ കുറിച്ച് പറയില്ല. ഇത് ഇവിടുത്തെ ദേശീയ ഭക്ഷണമാവുന്നുണ്ട്.